ഇന്ന് സൈക്കിൾ റൈഡിന് യാത്രയാവുകയാണ്. ഇപ്പോൾ ചേലക്കര വരെയാണ് ഉദ്ദേശം. ഇവിടുന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ വൺ സൈഡ് ഉണ്ടാകും, തിരിച്ചതുപോലെ 15 കിലോമീറ്റർ. അപ്പോൾ ഇവിടുന്ന് യാത്ര ഒരു പട്ടീനെ കണ്ട്, പട്ടിയുടെ കാലൊടിഞ്ഞ് പട്ടി റോട്ടിലൂടെ നടക്കുക. അപ്പോൾ ഈ കടയിൽ വന്നിട്ട് ഒരു ബിസ്ക്കറ്റ് പാലൊക്കെ വെച്ച് കൊടുക്കണം. ദൂരെയാണ് കിടക്കുന്നത്. വഴിയുടെ സൈഡിൽ അപ്പോൾ എഴുന്നേറ്റ് ഇവിടുന്ന് പോയതാണ്. നടക്കാൻ ഇടത്ത് കാലാണ് ഒടിഞ്ഞിരിക്കുന്നത്. വണ്ടി മുട്ടി ഒടിഞ്ഞാൽ തോന്നുന്നു. അപ്പോൾ വിശപ്പുണ്ടാവുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചീപ്പാറ എത്തിയപ്പോഴാണ് ആ പട്ടിയുടെ കാലൊടിഞ്ഞത്. അപ്പോൾ ഞാൻ ഈ കടയിലോട്ട് പോയി അവിടെ നിന്നൊരു ബിസ്ക്കറ്റും മമ്മിയുടെ കട, മമ്മിയുടെ കട നിൽക്കുന്നത്. അപ്പോൾ ഒരു പാലും ഒരു ബ്രെഡും കൂടെ മേടിച്ചു. അപ്പോൾ അത് കൊടുക്കാൻ പാത്രമില്ലാത്തതുകൊണ്ട് മമ്മി ഒരു ഡബ്ബ തന്നു. അത് മുറിച്ച് അത് കൊടുക്കണം. വന്ന് കിടക്കുകയാണ്. വേദന കൊണ്ടാണ് കിടക്കുന്നത്. മാറിപ്പോയിട്ട് വന്നു നിൽക്കുന്നുണ്ട്. നമുക്ക് പോരാ അല്ലേ? കാലാണ് ഒഴിഞ്ഞിരിക്കുന്നത്. കുടിച്ചോ കൂട്ടുകാരി കഴിക്കുന്നു. അറിയാൻ കഴിഞ്ഞത് അമ്മയും മോളുമാണ് കേട്ടോ. അപ്പോൾ അമ്മയാണ് കുടിക്കുന്നത്. മോളവിടെ കാലിന് വയ്യാത്തോണ്ട് ഇരിക്കുകയാണ്. ഇത് ചീപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പം അങ്ങനെ ചേട്ടാ, അപ്പോൾ ശരി എന്നാ. പിന്നെ നിങ്ങൾ നോക്കിയോട്ടോ. അങ്ങനെ മമ്മിയുടെ കടയിൽ നിന്ന് ഞാനിനി പത്തൂടി വഴി ചേലക്കരയ്ക്ക് പോവാണ്. പാല് കുടിക്കുന്നുണ്ട്. എന്നെ കണ്ടിട്ട് പേടിച്ചിട്ടാണ് പോയ വഴിക്ക് നോക്കിയതാണ്. അപ്പോൾ കാടിൻ്റെ ഇടയ്ക്കാണ്. അമ്മ വന്ന് എന്നെ നോക്കുന്നുണ്ട് വളരെ രൂക്ഷമായിട്ട്. എന്താണ് ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ പുറകെ വന്ന് നോക്കുകയാണ്. ഓക്കെ, അവിടെ ഞാൻ പത്തൂടിയിൽ നിന്ന് വരുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ് അത്. അപ്പോൾ ഞാൻ അറിയാൻ വേണ്ടി ചെന്നത് എന്താണ് വളരെ ഗംഭീരമായിട്ട് ഇവർ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേട്ടാ നമസ്കാരം. വളരെ ഗംഭീരമായിട്ട് മൊബൈലിൽ നോക്കുന്നുണ്ട്. എന്താ വല്ല വാർത്തയോ ന്യൂസോ പുതിയ ന്യൂസുകളോ വല്ലതും ഉണ്ടോ? അതല്ലേ, വൈകുന്നേരത്തെ ഇവിടെ ഇരുന്ന് മൊബൈലൊക്കെ ഇങ്ങനെ നോക്കുമോ? കുറച്ച് നേരം നോക്കും അല്ലേ? അപ്പോൾ പണ്ടത്തെ നാട്ടുവാർത്തന് ഇപ്പോൾ മൊബൈൽ വർത്താനമാണ് അല്ലേ? അപ്പോൾ നിങ്ങളാരും വർത്താനം പറയുന്നില്ല, സ്വയം വെറുതെ ഇരിക്കുന്ന ഞാൻ കാണുന്നത്. അതല്ലേ? അപ്പോൾ ശരി എന്നാൽ ഒരു ന്യൂജൻ കേട്ടോ. ഓക്കെ ഏട്ടാ. അപ്പോൾ ഞാൻ ചേലക്കര എത്തി. ഐ കെയർ ഷോപ്പിൽ വന്നു. അപ്പോൾ ഒരു കണ്ണാടി മേടിച്ചു. അതായത് കണ്ണിലടിക്കാതിരിക്കുക, ഈച്ചടിക്കാതിരിക്കുക. രാത്രി ഇനിയിപ്പോൾ തിരിച്ചു പോകണ്ടേ. അപ്പോൾ നിസ്സാര പൈസ ഉള്ളൂ കേട്ടോ, 100 രൂപയുള്ളേ. നല്ല സേഫ്റ്റിയാണ്. ചേലക്കരയിലെത്തി. ഒരു ഹെൽമെറ്റ് റിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ VS സൺസ് ഹെൽമെറ്റ് സെയിൽസ് ആൻഡ് റിപ്പയറിങ് ആൻഡ് ക്ലീനിങ് ഷോപ്പ്
ചേലക്കര ജീവോദയ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണിത്. അപ്പോൾ ചേട്ടനിങ്ങനെ ഹെൽമെറ്റ് ഞാൻ കൊടുത്തു. ചേട്ടനിങ്ങനെ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന്. അപ്പോൾ ഏത് തരത്തിലുള്ള ഹെൽമെറ്റ് ഇവിടെ കൊണ്ടുവന്ന് റിപ്പയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ചേലക്കര മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് ഫസ്റ്റ് വെള്ളമൊക്കെ കുടിച്ച് വെച്ചിരുന്നു. അത് കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് നമ്മുടെ ഫിറ്റിങ്സൊക്കെ റെഡിയാക്കിയിട്ട് സൈക്കിളിൽ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തു. രാത്രിയാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ 6:30 മണിയായിട്ടുണ്ട്. നേരത്തെ സന്ധ്യയൊക്കെ ആണല്ലോ. അപ്പോൾ യാത്ര തിരിക്കുകയാണ്. ഇനിയൊരു 15 കിലോമീറ്റർ ചോട്ടിയാൽ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്താം.